നോട്ടുമാറ്റത്തിൽ കുറ്റസമ്മതവുമായി പ്രധാനമന്ത്രി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് മനസ്സിലാക്കുന്നു, ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തി. മൻ കി ബാത്തിലൂടെയാണ് മോദിയുടെ കുറ്റസമ്മതം. 50 ദിവസങ്ങൾക്കുള്ളിൽ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നും മോദി അറിയിച്ചു. നവംബർ 8-ന് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നോട്ട് പിൻവലിക്കൽ വിവരം അറിയിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. തീരുമാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇത് തിരിച്ചറിയുന്നു. 50 ദിവസത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ജനങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു. നോട്ട് പിൻവലിക്കലിലൂടെ ജനജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് 20 ദിവസത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതം. കള്ളപ്പണക്കാരെ തുരത്താൻ ലക്ഷ്യമിട്ടെടുത്ത തീരുമാനമായിരുന്നു നോട്ട് പിൻവലിക്കലെന്ന് നരേന്ദ്രമോദിയും BJPയും ആവർത്തിക്കുമ്പോഴും ബുദ്ധിമുട്ടിലായത് രാജ്യത്തെ സാധാരണക്കാരാണ്. പാർലമെന്റിനെ പോലും അഭിമുഖീകരിക്കാതെ റേഡിയോയിലൂടെ നടത്തിയ പ്രധാനമന്ത്രിയുടെ കുറ്റസമ്മതം പോലും ഭീരുത്വമായാണ് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. നോട്ട് അസാധുവാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു പാർട്ടികൾ സംയുക്തമായി നാളെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. 7 ഇടതു പാർട്ടികൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലൂടെയുണ്ടായ നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചാണ് ഇടത് സഖ്യം സംയുക്തമായി രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുന്നത്. CPIM, CPI, RSP, CPIML അടക്കം 7 ഇടതു പാർട്ടികൾ സംയുക്തമായാണ് നാളെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ മാർച്ച് നടത്തുക. മണ്ഡി ഹൗസിൽ നിന്ന് ജന്തർ മന്ദർ വരെയാണ് പ്രതിഷേധ മാർച്ച്. പഴയ നോട്ടുകൾ പിൻവലിച്ചതിൽ നിന്ന് 10% മാത്രമേ പുതിയ നോട്ടുകൾ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് ബാങ്കുകൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിൻവലിച്ച നോട്ടുകളുടെ മൂല്യത്തിൽ പുതിയ നോട്ടുകൾ ലഭ്യമാകുന്നതുവരെ ബദൽ സംവിധാനം നടപ്പാക്കണമെന്ന് ഇടത് സഖ്യം ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയോട് സർക്കാർ പുലർത്തുന്ന സമീപനത്തിനെതിരെയും പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം. നോട്ട് പ്രതിസന്ധിയിൽ വിത്തിറക്കാൻ പോലുമാകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ്. കാലിച്ചന്ത വിപണിയും പൂർണ്ണമായി നിലച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഹരിയാനയിൽ ഇന്ന് കർഷകർ പ്രതിഷേധ ധർണ നടത്തും. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് കർഷകർ ദില്ലിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി പ്രതിസന്ധിക്ക് കാരണമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് LDF നാളെ ഹർത്താൽ. സംസ്ഥാന വ്യാപകമായി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടക്കും. ആശുപത്രി, പാൽ, പത്രം, വിവാഹം, ബാങ്ക് തുടങ്ങിയവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. ഹർത്താൽ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കറൻസി പ്രതിസന്ധി സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരായുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് LDF നാളെ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തിലും പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഹർത്താൽ. ബാങ്ക്, ആശുപത്രി, പാൽ, പത്രം, വിവാഹം തുടങ്ങിയവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹർത്താലിനോടനുബന്ധിച്ച് പ്രാദേശിക കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കും. കറൻസി പ്രതിസന്ധിയിലും സഹകരണ മേഖലയ്ക്കെതിരായ നീക്കത്തിലും പ്രതിഷേധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ RBI മേഖലാ കേന്ദ്രത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. പിന്നീട് പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ LDF പ്രവർത്തകരുടെ രാപ്പകൽ സമരവും നടന്നു. തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് നാളത്തെ ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലമ്പൂർ കരുളായി വനമേഖലയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിയൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പെരിന്തൽമണ്ണ സബ് കലക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരാനാണ് മജിസ്ട്രേറ്റിയൽ അന്വേഷണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം ഏറ്റുമുട്ടൽ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വിട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നിലമ്പൂരിലെ മാവോയിസ്റ്റ് കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. തിരുവനന്തപുരത്തെ പ്രമുഖ RSS നേതാവും ഹിന്ദു ഐക്യവേദി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ P. പത്മകുമാർ RSS വിട്ടു. CPI-Mമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞു. 10ാമത്തെ വയസ്സിൽ RSS ശാഖയിൽ പോയി പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 42 വർഷമായി RSSന്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. സംഘ് തന്നെ സർവ്വതുമെന്ന് പഠിച്ച് ജീവിച്ച എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയാനകമായ മൂകതയാണ് അനുഭവപ്പെടുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, RSSകാരനായ തിരുവനന്തപുരം മേലാറന്നൂർ സ്വദേശി P. പത്മകുമാറാണ്. ഇപ്പോൾ പത്മകുമാർ RSS ബന്ധം അവസാനിപ്പിച്ച CPIMലേക്ക് ചേരാനൊരുങ്ങുന്നു. ദീർഘകാലമായിട്ട് പ്രവർത്തിച്ച പലരും
നിശബ്ദരാണ്, നിരാശരാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, തുറന്ന അഭിപ്രായം പറയുന്ന സമയത്ത് അവരെല്ലാം ഒരു ശത്രുപക്ഷത്ത് കാണുന്ന ഒരവസ്ഥ വരുന്നു. തന്റെ പഴയ അനുഭവങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്ന ഹിന്ദു ഐക്യവേദി മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പത്മകുമാർ CPIM ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷയാണെന്നും വ്യക്തമാക്കുകയാണ്. തന്റെ തെറ്റുകൾ പുറത്ത് തന്നെ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് CPM നേതാക്കളോട് പത്മകുമാർ അഭ്യർത്ഥിച്ചു. അതേസമയം പത്മകുമാറിന്റെ പാർട്ടി അംഗത്വം സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. RSSന്റെ തെറ്റായ പോക്കിൽ നിന്ന് വിട പറഞ്ഞ് ഒരു ശരിയായ രാഷ്ട്രീയ നയം ഉൾക്കൊണ്ട് ഞങ്ങളോടൊപ്പം വരുന്ന ആളുകളെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുവാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടെത്താൻ പഴുതടച്ചുള്ള സംവിധാനം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് സർവീസ് സംഘടനകളുടെ നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംസ്കാരം ഒരു തരത്തിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല, സർവീസിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല. അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കണം. സർവീസിന് തീരെ പറ്റാത്തതാണെങ്കിൽ സർവീസിന് പറ്റാത്ത നിലയിൽ സ്വീകരിക്കേണ്ടി വരും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി. വേണ്ടി വന്നാൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങും. മൂലമറ്റം പവർ ഹൌസിലെ ജനറേറ്ററുകൾ ഡിസംബർ 16-ന് മുമ്പ് പ്രവർത്തന സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾ KSEBക്ക് നൽകാനുള്ള കുടിശ്ശിക പിടിച്ചെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ വരെ വൈദ്യുതി വാങ്ങിയാണേലും ലോഡ് ഷെഡിങ് ഒഴിവാക്കണമെന്ന നിലയിലാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ആലോചനയാണ്. അതിന് നേരത്തെ തന്നെ ഇതിന് മുന്നൊരുക്കം എന്ന നിലയിൽ വൈദ്യുതി ആവശ്യമെന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള സംവിധാനമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. ഞാൻ CMമായിട്ട് മുഖ്യമന്ത്രിയായി സംസാരിച്ചു. എന്നോട് ബോർഡിൻ്റെ ഉത്തരവാദികൾ എന്നെ വിളിച്ച് സംസാരിച്ചു. അതനുസരിച്ച് CMമായി സംസാരിച്ചപ്പോൾ ലോഡ് ഷെഡിങ് ഒഴിവാക്കുക, ഇത് എത്രയും വേഗം മെയിൻ്റെനൻസ് ചെയ്ത് ഇതിൻ്റെ ജോലി പൂർത്തിയാക്കുക, 16-ാം തീയതിയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്, ഒരു പുനർക്രമീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബോർഡിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം ചിന്തിക്കുന്നതാണ്. ഒഡീഷയിൽ പുരിയിൽ ചേരുന്ന CITU 15ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. കേരളത്തിൽ നിന്നും 5 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നോട്ട് പ്രതിസന്ധിക്കെതിരെ നാളെ ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിചേരണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. 2013 കണ്ണൂരിൽ ചേർന്ന 14ാം സമ്മേളനത്തിന് ശേഷമുള്ള 3 വർഷത്തെ പ്രവർത്തനങ്ങളും ദേശീയ സാഹചര്യങ്ങളും വിശദീകരിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ ഫെഡറേഷനുകളുടെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. N പത്മലോചൻ, VC കാർത്തിയായനി, MV ജയരാജൻ, V ശിവൻകുട്ടി, CS സുജാത എന്നിവരാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് ബദലായി സംസ്ഥാനത്ത് LDF സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ സമ്മേളന പ്രതിനിധികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉദാരവൽക്കരണ നയങ്ങൾക്ക് ബദലായി എങ്ങനെയാണ് ജനപക്ഷ ബദൽ ഉയർത്തുന്നത് എന്ന് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടായി. ഇത് പ്രതിനിധികളിലാകെ ആവേശമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. നോട്ട് പ്രതിസന്ധിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ സമ്മേളനം നടക്കുന്ന പുരിയിൽ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. ഇന്ത്യയൊട്ടാകെയുള്ള പ്രതിഷേധത്തിൽ CITU അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും CITUവിൻ്റെ നേതാക്കന്മാർ, പ്രതിനിധികളായിട്ടുള്ളവരെല്ലാവരും ചേർന്ന് ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരായുള്ള സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ സംഘടനാ റിപ്പോർട്ട് അവതരണവും അതിന്മേൽ ചർച്ചയുമുണ്ടാകും. മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും ശക്തി ദൗർബല്യങ്ങൾ ഇഴകീറി പരിശോധിച്ചുകൊണ്ടുമുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ ഉയർന്നുവരുന്നത്. പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായ നിർദ്ദേശങ്ങൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കരുത്തായി മാറുമെന്ന് നേതൃത്വവും പ്രതീക്ഷിക്കുന്നു. പുരിയിലെ സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ മകന് വെടിയേറ്റതിൽ മനം നൊന്ത് അച്ഛൻ സ്വയം വെടിവെച്ച് മരിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി മാത്യു ആണ് മരിച്ചത്. വെടിയേറ്റ മകൻ മനുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മാത്യു തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന മകൻ മനുവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. ഇതിൽ മനം നൊന്ത മാത്യു കയ്യിലുണ്ടായിരുന്ന ഡബിൾ ബാരൽ തോക്കുപയോഗിച്ച് സ്വയം വെടിവെക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
മാത്യുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ മനുവിന്റെ നില ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ വനംവകുപ്പിലെ ജോലിക്കാരനായിരുന്ന മാത്യുവിന് തോക്ക് ലൈസൻസ് ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു സംഭവമെന്ന രീതിയിലാണ് നാട്ടുകാരിൽ ചിലർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകന്റെ മൊഴിയെടുത്തപ്പോഴാണ് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ഷൊർണൂരിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. ആതിഥേയരായ പാലക്കാടിനാണ് ഓവറോൾ കിരീടം. 5 ദിവസം നീണ്ടുനിന്ന മേളയിൽ കാസർഗോഡ് 2ാം സ്ഥാനവും മലപ്പുറം 3ാം സ്ഥാനവും നേടി. 48,279 പോയിന്റ് നേടിയാണ് ആതിഥേയരായ പാലക്കാട് ഓവറോൾ കിരീടം നേടിയത്. കാസർഗോഡ് 2ാം സ്ഥാനവും മലപ്പുറം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 5 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകളിൽ കണ്ണൂരും സാമൂഹ്യശാസ്ത്ര മേളയിൽ തൃശൂരും ജേതാക്കളായി. പ്രവൃത്തി പരിചയമേളയിൽ പാലക്കാടിനും IT മേളയിൽ മലപ്പുറത്തിനുമാണ് കിരീടം. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടന്ന സമാപന സമ്മേളനം MB രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. MLA മാരായ മുഹമ്മദ് മോസിൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്ക് ട്രോഫി കൈമാറി. ശാസ്ത്രോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന പൂർത്തിയായെന്നും അടുത്ത വർഷം മുതൽ നൽകാനാവുമെന്നും DPI KV മോഹൻകുമാർ അറിയിച്ചു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്തൊരു ശില്പം തയ്യാറായി കഴിഞ്ഞു. ഗവൺമെൻറ് അനുമതി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം തീർച്ചയായിട്ടും മേളയിൽ സ്വർണ്ണക്കപ്പ് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി സജ്ജമാക്കിയ ഗേറ്റ്വേ ബ്യൂബോൺസ് ഹെയർ ഫിക്സിംഗിന്റെ പുതിയ സെന്ററുകൾ തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച ഹെയർ ഫിക്സിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരങ്ങളായ രമ്യ നമ്പീശൻ, അജാസ് കൊല്ലം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹെയർ ഫിക്സിംഗ് സേവന മേഖലയിൽ 22 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ്വേ ബ്യൂബോൺസ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്താണ് വിപുലീകരിച്ച സ്റ്റോർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഹെയർ ഫിക്സിംഗിന് പുറമെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹെയർ സ്റ്റൈലിംഗിനുള്ള സൗകര്യവും നവീകരിച്ച സെന്ററിലുണ്ടെന്ന് ഗേറ്റ്വേ ബ്യൂബോൺസ് ഹെയർ ഫിക്സിംഗ് മാനേജർ ഡയറക്ടർ ഡോക്ടർ സേവ്യ പറഞ്ഞു. ഗേറ്റ്വേ ബ്യൂബോൺസിന്റെ 20ാമത് ഷോറൂമാണ് കൊല്ലം പോളയത്തോട് പ്രവർത്തനം ആരംഭിച്ചത്. നിലമ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷയും ശക്തമാക്കി. ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP നിതിൻ അഗർവാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ശബരിമലയ്ക്ക് കർശന സുരക്ഷ നൽകണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. നിലമ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കിയത്. പഴുതടച്ച സുരക്ഷയായിരിക്കണം ശബരിമലയ്ക്ക് നൽകേണ്ടതെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ADGP നിതിൻ അഗർവാൾ, എറണാകുളം റേഞ്ച് IG ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവിധ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം സന്നിധാനത്തെയും പരിസരത്തെയും സുരക്ഷ വിലയിരുത്തുകയും ചെയ്തു. ശബരിമലയിലെ സുരക്ഷ ശക്തമാണെന്ന് ADGP നിതിൻ അഗർവാൾ പ്രതികരിച്ചു. There is no issue. Nilambur has no effect here. The security is already tight, so there is nothing to worry about. കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രസേനയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകമായിട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ട് ഇതിനെ കൂടുതലായിട്ട് ഈ ഫോഴ്സിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ CCTV ക്യാമറകൾക്ക് പുറമെ പുതിയ CCTV ക്യാമറകളും സന്നിധാനത്തും മറ്റ് പലയിടങ്ങളിലുമായും സ്ഥാപിക്കുന്നുണ്ട്. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിൽ ദിനംപ്രതി തിരക്ക് കൂടി വരുന്നതിനാലും കനത്ത സുരക്ഷ നൽകണമെന്നാണ് പോലീസിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.